ഇന്നൊരു ഹെൽത്തി സ്വീറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെളുത്ത എള്ള് അതിട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ വലിയ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഒരല്പം ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അതാണ് ഇതിൽ കാണിക്കാൻ പറ്റാത്തത്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഒരു 2 വലിയ സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി. ഇതൊരു ക്രീമി ടെക്സ്ചറായിട്ടാണ് കേട്ടോ വേണ്ടത്. നമുക്ക് ചപ്പാത്തി പരത്തുമ്പോൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒന്ന് ലേയേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമാണ്. അപ്പോൾ ഇതിൽ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കണ്ട. നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ രീതിയിലായിട്ട് നമുക്കെടുക്കാം. ഇതുപോലെ ഒരു കടായി വെച്ചെടുക്കാം. 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് തീ കത്തിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4-5 ഏലക്ക പൊളിച്ചിട്ട് കൊടുക്കാം. പിന്നെ കയ്യിലുണ്ടെങ്കിൽ 2-3 തരി കുങ്കുമപ്പൂ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് 2-3 തുള്ളി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് വയ്ക്കാം. അപ്പോൾ നൂൽ പരുവത്തിൽ ഒട്ടുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനിതാ ഇതേപോലെ കയ്യിലൊന്ന് ഒറ്റിച്ച് നോക്കിയാൽ മതി. നൂൽ പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാവ് ഇതുപോലെ ഒരു ഷീറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് വെച്ചെടുക്കാം. എന്നിട്ട് 2 ബോൾസാക്കി മാറ്റി വെച്ചിട്ട് ഒന്നിങ്ങനെ ഉരുട്ടിയിട്ട് സൈഡായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ക്രീം തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഓരോന്നിലും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഒരു 3-4 ചപ്പാത്തി, ഒരു 3 ചപ്പാത്തി പോലെ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ മേലെ വെച്ചിട്ട് ക്രീം തേച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു ചപ്പാത്തിയോട് പരത്തിയിട്ട് അതിൻ്റെ മീതെ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചപ്പാത്തി കോല് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ ഞാൻ ഇത് പരത്തിയേക്കണത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് സൈഡ് ചരിച്ചിട്ട് നമുക്ക് വീണ്ടും ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തത് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. ഒരു ഓവൽ ഷേപ്പ് പോലെ കണ്ടില്ലേ, അതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ നല്ലപോലെ തിളച്ചെടുക്കുന്ന ഓയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരു 3-4 എണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത്. എന്നിട്ട് 2 വശം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ വറുത്ത് കോരിയെടുക്കാം. പിന്നെ ഇതിൽ എണ്ണ കുടിക്കുക എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമുക്കിത് പൊരിക്കാനായിട്ട്. അപ്പോൾ 2 വശം മൊരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പഞ്ചസാര ലായനി ഉണ്ടല്ലോ, അതിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഷുഗർ സിറപ്പിൽ കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഇതിന് മീതെ വെളുത്ത എള്ളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് അലങ്കരിക്കാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഇത് ലേയേഴ്സായിട്ട് കഴിക്കാൻ പറ്റും. നല്ലൊരു വിഭവമല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.